ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ടായി, അതും പോലും പോയി. Hello beautiful people, welcome to a brand new video of the Pathmaker. So today's video is all about unboxing a purse with Pathmaker or the part 2 version of missing purse. So നമ്മുടെ പേഴ്സ് കിട്ടിയില്ല, പക്ഷെ നമുക്ക് ഡോക്യുമെന്റ്സ് കിട്ടി. അപ്പോൾ ചെറിയൊരു റീലായിട്ട് ഞാനത് കാണിക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ പോയ പേഴ്സ് കിട്ടിയില്ല, പക്ഷേ അതിൻ്റെ കാർഡും അത്യാവശ്യത്തിനുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെയധികം സംതൃപ്തനാണ്. ആൻഡ് അതിലൊരു സാധനം മിസ്സായിട്ടുണ്ട്, ആധാർ കാർഡ്. ഞാൻ പോലീസ് സ്റ്റേഷനിലുള്ള കേസ് പോയിട്ട് പിൻവലിച്ചിട്ടുണ്ട്, അവിടെ എഴുതി മേടിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് മിസ്സായി, ആധാർ കാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ പേഴ്സ് കിട്ടിയിട്ടില്ല, പൈസയും കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയത് കാർഡ് മാത്രമാണ്. അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയൊക്കെ ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ടായി, അതുപോലും പോയിട്ടുണ്ട്. സോ ഇതൊക്കെ എന്തിനാണ് ഇവർക്ക് ആവശ്യം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ അവർ കൊണ്ടുപോയി അതൊക്കെ. സൂര്യ ഹോട്ടലുണ്ടല്ലോ, അപ്പം അവിടുത്തെ ഒരു ബയ്യയുടെ കയ്യിലാണ് ഇതുണ്ടായിരുന്നത്, കാർഡ് ഉണ്ടായിരുന്നത്. കാർഡല്ല, അവനാണ് ആ മെറ്റലിൻ്റെ ഇതിൽ കൂടെ പോകണം. പ്രതിഭ ഡൂയിങ് സംതിങ്, വാട്ട് ദ ഹെക്ക് ആർ യു ഡൂയിങ് ബ്രോ? അപ്പം അങ്ങനെ അവനെന്നാ പറയുന്നത്, അവനാണ് മെറ്റലിൻ്റെ അവിടെയാണ് അവൻ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവൻ അവിടെ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ കാർഡ് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടുകൊടുത്തറ നിലത്ത്, ഐ മീൻ റോട്ടിൽ. സോ അവൻ അതെടുത്തു, അങ്ങനെ കുറേ നമ്മൾ ട്രൈ ചെയ്തു. അച്ഛൻ്റെ നമ്പറായിരുന്നു കാർഡിൻ്റെ മുകളിലുണ്ടായിരുന്നു, ലൈസൻസിൻ്റെ മുകളിലുണ്ടായിരുന്നു, പക്ഷെ കണക്ട് ആയില്ലേ കോള്. അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു. ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സൂര്യ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്, അവൻ വഴിക്ക് എൻ്റെ ആണെന്ന് അവന് മനസ്സിലായി. അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന്, കൃത്യം വീട് അറിയില്ലായിരുന്നു അവന് എൻ്റെ വീട് എവിടെയെന്ന്. അങ്ങനെ ഫൈനലി എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് ബയ്യ കാർഡൊക്കെ തിരിച്ചേൽപ്പിച്ചു. പൈസയൊക്കെ കൊടുത്തിട്ടൊന്നും മൂപ്പര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കയ്യിൽ അവിടെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തോ നമുക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല, ആളെ കാണുമ്പോൾ ജെന്യൂൻ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ, ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. എനിവേ അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ പേഴ്സൊക്കെ മിസ്സായി. അപ്പോഴാണ് നമ്മൾ അടുത്തൊരു പരിപാടി ചെയ്തത്. ഞാൻ ഓൾറെഡി ഒരു വാലറ്റ് ഓർഡർ ചെയ്തായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി മൂവ് ഓൺ ആയി. കാരണം എനിക്കെന്തായാലും ഒരു ഉറപ്പ് പോലെ ഇത് കിട്ടില്ല എന്ന്, ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. ഈ സാധനം കിട്ടില്ല എന്നുള്ളൊരു മട്ടിലേക്ക് വന്നു തുടങ്ങി. സോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വേഗം വേറെ വാലറ്റൊക്കെ ഓർഡർ ചെയ്തു. പിന്നെയാണ് മനസ്സിലായി വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു അൺബോക്സിങ് കൂടി നമുക്ക് ചെയ്യാം വാലറ്റിൻ്റെ. സോ നിങ്ങൾക്ക് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ ആക്ച്വലി നമുക്ക് വാലറ്റ് കിട്ടിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ 2 വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ സെയിം സ്പോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലത്തെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഇതാക്കുന്നുള്ളൂ. ആൻഡ് ഇത് ചെറിയ ഒരു ഹിന്റ് തരിക കേട്ടോ. നമ്മൾ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ കുറച്ച് അല്ലേ വർത്തിപ്പ? അതെ, വളരെ കുറച്ച് കാര്യങ്ങൾ. അത് അടുത്ത ഒരു വീഡിയോയിൽ സ്റ്റിക്കറും വേറെ 2-3 മറ്റേതൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അങ്ങനത്തെ കുറച്ച് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിവേസ് നമുക്ക് ഇന്ന് നമ്മുടെ കാര്യം പരിചയപ്പെടാം. ഈ വാലറ്റാണ് നമ്മൾ മേടിച്ചത്. ഇത് റോഗൺ എന്നല്ലാത്ര വായിക്കുക, ഇത് റോഡ് എന്നത്ര വായിക്കുക. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഇന്ത്യൻ ബ്രാൻഡാണ്. ജോധ്പൂർ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഒരു ചേച്ചി ഒരു ചേട്ടനും കൂടി തുടങ്ങിയിട്ടുള്ളതാണ് ഈ റോൺ എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ എൻ്റെ കയ്യിൽ 2 ടീഷർട്ട് ഇതിൻ്റെ ഉണ്ടായിരുന്നു. വലിയ വിലയുള്ള പ്രൊഡക്ട്സ് ഒന്നല്ല ഇതിൻ്റെ, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്. സോ അതാണ് ഞാൻ ഇവർ തന്നെ കണ്ടപ്പോൾ മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ MRP വന്നിട്ട് ഒരു 1500 ആ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം 400-ൻ്റെ ഉള്ളിലേക്കാണ് റേറ്റ്. ഇതാ 1400 ഉണ്ട്, 399. എനിവേസ് നമ്മൾ ഇതെന്നാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നി. ഇനി യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം യൂസ് ചെയ്താൽ പറയാൻ പറ്റും എങ്ങനെയുണ്ട് അവസ്ഥ എന്ന്. നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഈ സീരിയൽ നമ്പറാണല്ലോ ഫ്ലിപ്പിലൊക്കെ വരിക. സോ അതുണ്ട്. ബ്ലാക്ക് ആണ്, ഇല്ല ബ്രൗൺ ആണ്. അപ്പം ആ ഒരു ലെതറിൻ്റെ ടെക്സ്ചറൊക്കെ ഉള്ള പേഴ്സാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ ലെതറിൻ്റെ ഈ ഒരു ടെക്സ്ചർ കാണാൻ ഭയങ്കര അടിപൊളിയാണിത്. നാച്ചുറൽ സംഭവം. കാരണം എന്താണെന്ന് നോക്കിയേ, ഇവിടെയൊക്കെ ഓരോ ഷെയ്ഡാണ്, ഓരോന്നിനും ഓരോ ടെക്സ്ചർ. ലൈക്ക് ലെതറിന് തന്നെ ഓരോരോ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. സോ അതന്നെ ഒരു നാച്ചുറൽ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. നാച്ചുറൽ അല്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ആ ഒരു സംഭവം ഉണ്ട്. എന്നുവെച്ചാൽ ഡിഫറെൻ്റ് ആണ്. നോക്കിയേ, എല്ലാം ഒരേപോലെ അല്ല, ഓരോ സൈഡും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഷെയ്ഡാണ് അല്ലേ? ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ്
ആ ബ്രോനെ കാണാൻ റമീസിൻ്റെ പോലെ ഉണ്ട്, നമ്മളൊപ്പം പഠിച്ച റമീസിൻ്റെ പോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ കാണിച്ചു തന്നല്ലോ, നമ്മൾ ഓവറോൾ ലുക്ക് നോക്കിയല്ലോ. ഇനി ഇതിൽ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഒരു എംബ്ലം എംബഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ചെറിയൊരു ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ചെറിയൊരു നമ്മുടെ സെലോ ടേപ്പ് കൊടുത്തിട്ടുണ്ട്. എനിവയ്ക്ക് അറിയില്ല എന്താ സംഭവം, പൂവോ ഇല്ലയെന്നും അറിയില്ല. ഞാൻ ഇത് എക്സ്റ്റേണൽ ഈ ഒരു ലുക്ക് മാത്രമേ നോക്കിയുള്ളൂ. അതേപോലെ തന്നെ 4 സ്ലോട്ട് ഉണ്ട്, 1 2 3 4 സ്ലോട്ട് ഉണ്ട്, 5 സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇതിൽ നടുവിലൊരു ഓട്ടുണ്ട്, അമ്മമ്മ പറഞ്ഞായിരുന്നല്ലോ നടുവിലൊരു ഓട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പേഴ്സ്. ജെന്യൂൻ ലെതർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒതുങ്ങിയിട്ടുള്ള ഒരു പേഴ്സാണ് കേട്ടോ. പ്ലായെന്ന് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. ഇതിൽ മിഠായി അല്ല, എടുത്ത് തിന്നാൻ നിൽക്കണ്ട. മറ്റേ സാലിലിക്ക് മറ്റേ സിൽക്ക ജെല്ലാണ് സാലിലിക്ക് എന്നൊക്കെ പറയുന്നത്. ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെയാണ് അത് പറയുക. എന്തായാലും അത് കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടികൾ വായിലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വലിയ പിന്നെന്താ അവർ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് കീപ്പ് ഔട്ട് ഫ്രം റീച്ച് ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഉള്ളിൽ വന്നിട്ടുള്ളത് എല്ലാ പേഴ്സണേയും പോലെ തന്നെ ക്ലോത്താണ്. ഇതാ ഈ പൈസ വെക്കേണ്ട ഭാഗങ്ങളിലും ഇതിലൊക്കെ ഓവറോൾ നല്ലൊരു പേഴ്സായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുതലാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത്ര ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും കൊള്ളാം. പേഴ്സിൽ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള പേഴ്സായിരുന്നു കേട്ടോ. പോയ പേഴ്സ് ബ്രൗൺ കളർ തന്നെ ആയിരുന്നു. പക്ഷെ എത്ര പെട്ടെന്ന് മേടിക്കാനുള്ള അവസ്ഥയ്ക്ക് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതെ, അത് അങ്ങനത്തെ ഒരു അവസരം കൂടിയും വന്നതായിട്ട് കരുതിയാൽ മതി തൽക്കാലം. കാർഡ്സൊക്കെ കിട്ടിയല്ലോ. അതെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ അവസ്ഥ. എനിക്കെന്തായാലും ഒരു ലെതറിൻ്റെ ഒരു ഈ ഷൂവിൻ്റെ ഒക്കെ ഒരു മണല്ലേ, ലെതർ ഷൂവിൻ്റെ ആ ഒരു മണമുണ്ട്. പിന്നെ നമ്മൾ സൊള്ളി കൂടി ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി ഇന്ത്യൻ അലൻ സൊള്ളി നമ്മുടെ അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇതായിട്ട് മറ്റേ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി നമ്മൾ ഇതിലേക്ക് തന്നെ പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രാൻഡല്ലേ, ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യണ്ടേ. എനിക്ക് ഇന്ത്യൻ ബ്രാൻഡിനോട് പ്രത്യേക കമ്പ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വില കുറഞ്ഞിട്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു നല്ലൊരു വാലറ്റായിട്ട് ഇതിനെ പറയാം. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് യൂസർ എക്സ്പീരിയൻസ് നോക്കാം വാലറ്റിൻ്റെ. സോ അങ്ങനെ നോക്കാം. കമാൻഡറിൻ്റെ കുറേ കാര്യങ്ങൾ കുറച്ച് കണ്ടില്ല നിങ്ങൾ. കമാൻഡറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവർ കുറച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ശരി എന്നാ, എന്താ പാർത്ഥിവ? ശരി, അപ്പോൾ കാണാം. ശരി, അടുത്ത വിട്ടാലോ? കാർഡ് ക്യാഷോ കാർഡ് എന്തെങ്കിലും എടുത്തുണ്ടോ? അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊക്കെ എന്തിലോട്ട് വെക്കാം. ലൈസൻസ് അല്ലേ? അവിടെ തന്നെ വെക്കടാ, അവിടെ തന്നെ വെക്കി. ഞങ്ങളുടെ ഒന്നും കൂടി പോയിക്കോളൂ വണ്ടി. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു. അപ്പോൾ നമ്മുടെ ഇതേ പേഴ്സണൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിൻ്റെയും ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ആ ഒരു എംബ്ലത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ എംബ്ലത്തിൻ്റെ ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നില്ല അത് അതേപോലെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഒന്നും നോക്കണില്ല കേട്ടോ. എനിക്ക് ജസ്റ്റ് ആ പേഴ്സിൻ്റെ ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഈവൻ ഡോ ഇനിയിപ്പോൾ അത് ഫെയ്ഡായി പോവുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു കറുത്ത സ്റ്റിക്കർ എന്തെങ്കിലും ഓടിക്കും. എന്താ പാർത്ഥിവൻ്റെ അഭിപ്രായം? ഇതിൻ്റെ ഡെമോ കാണിക്കാൻ പുതിയ പേഴ്സ് ഇവിടെ വെച്ച് വണ്ടി ഓടിക്കുന്നതായിരിക്കും. ഒരു വട്ടം ചെയ്തതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, അപ്പോഴാണ് അടുത്തത്. പാർത്ഥിവ, സ്ഥലം ഓർമ്മയുണ്ടോ? അതെ, മറക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടുന്നാണ് ഇവിടെ പേഴ്സ് പോയത് കേട്ടോ. മൂപ്പരിപ്പോൾ കയറുന്നു കണ്ടോ, ഏകദേശം അവിടെ ഇട്ട് വണ്ടി നിർത്തി ബാക്ക് ഇറങ്ങി ഞാൻ തിരിച്ച് ഇങ്ങനെ പോയി മറ്റേ ഷൊർണൂർ പോണ വഴി. നമുക്ക് ഒരിക്കൽ കൂടി കാണാം ആൾക്കാരൊക്കെ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? വെരി നൈസ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളുണ്ട്. അപ്പോൾ പൈസ പോണ നോക്കണം. പിന്നെ ATM കാർഡും എല്ലാ കാർഡും ഇടാനുള്ളത് ഉണ്ട്. എന്താ ഇതിൻ്റെ ഉള്ളിലൊരു ഇത് പാക്കറ്റ്, അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ആവാൻ വേണ്ടി. വെരി ഗുഡ്. കുറെ കവറുണ്ടല്ലോ എൻ്റെ അമ്മേ. ഓരോ ATM കാർഡിനും ഓരോ കവറ് നന്നായിട്ടുണ്ട്. ഉഗ്രൻ. വെരി നൈസ് ഇറ്റ് ഈസ്. വെറുതെ ഇറങ്ങി പോണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ട് പൊക്കോളൂ. അപ്പോൾ ഓക്കെ, ബൈ.